ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് വനപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. നമ്മൾ വയനാട് ചുരം കയറി പകുതി വഴിയിൽ നിന്ന് തിരിച്ചു പോകുന്നല്ലോ. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കേട്ടോ വിട്ടത്. ഇവിടേക്ക് കയറാനുള്ള ചാർജ് എന്ന് പറയുന്നത് 40 രൂപ കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെയുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറിയപ്പം തന്നെ ആ കല്ലുമ്മിൽ വനപ്പുറം എന്നുള്ളൊരു എഴുത്തൊക്കെ കണ്ടേ. നല്ല രസമില്ലേ കാണാൻ. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് മേലോട്ടേക്ക് കയറിയപ്പോൾ നേരെ പോയത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തന്നെ ചെറിയൊരു ഭാഗം ഉണ്ട് ഇനി. അപ്പോൾ അവിടെയൊക്കെ പാറമ്മിൽ അത്യാവശ്യം നല്ല വഴുക്കിന് കിട്ടും. എന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ അത്ര നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റിയൊരു സ്ഥലമല്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറിപ്പോയിട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഈ ചെറിയ രീതിയിൽ കരിങ്കല്ലിൻ്റെ ഒരു പാത പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മേലോട്ടേക്ക് കയറിയപ്പോൾ അതാ കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ധ്യാനുട്ടൻ അത് കണ്ടപ്പം ഒന്ന് ഇരുന്ന് ആടി നോക്കാമെന്നിങ്ങനെ തോന്നിയേ. അങ്ങനെ ധ്യാനുട്ടനെ കുറച്ച് നേരം ഇരുത്തി ആടിച്ച്. എന്താ വെച്ചാൽ ചെറിയ കുട്ടിയൊക്കെ ഒറ്റയ്ക്ക് കയറിയിരുന്ന് ആടാൻ കഴിയില്ല. നല്ല ഉയരത്തിലാണ് ഊഞ്ഞാൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഊഞ്ഞാൽ മാത്രം കുറച്ച് താഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് അതിൽ വലിയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇരുന്ന് ആടാൻ പറ്റുക. അങ്ങനെ ഓരോരുത്തരായിട്ട് ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി നോക്കി. അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ച്. പിന്നെ നിതീഷിന് ഊഞ്ഞാൽ കിട്ടിയപ്പം ഓൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ കാണിച്ച് അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടന്നു പോയപ്പം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു കാടാണ്. ഈ കാട്ടിൽ ഇതാ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളും പിന്നെ കുറച്ച് വെള്ളച്ചാട്ടം പിന്നെ ഒരു പാലമുണ്ട് മേലേക്ക് പോവാം. അവിടെ നിന്ന് കുറച്ചും കൂടി കാഴ്ചകളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആ പാലം കയറി പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ നേരെ പോകുന്നത് വെള്ളച്ചാട്ടം കാണാനാണ്. ആ പോകുന്ന വഴിക്കൊക്കെ ഓരോ മരത്തിൻ്റെ പേരും അതിൻ്റെ ഓരോ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിതാ ഈ ഒരു സ്ഥലത്താട്ടോ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തത്. എന്താ വെച്ചാൽ ധ്യാനുട്ടനായിട്ട് വന്നതല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു രസം വേണ്ട ഓന്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങളിതാ അധികം ഒഴുക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി അവിടെ ഇരുന്ന് കളിച്ചേ. അങ്ങനെ അവന് വെള്ളത്തിൽ കളിച്ചപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുക കേട്ടോ ചെയ്തത്. തിരിച്ചു പോരുമ്പോൾ അതാ ഇവിടെ ഒരു റംബുട്ടാൻ മരം കണ്ടേ. ആ റംബുട്ടാൻ അത്യാവശ്യം നന്നായിട്ട് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനോട് അത് പറിക്കട്ടെ എന്നുള്ള സമ്മതമൊക്കെ വാങ്ങി റംബുട്ടാൻ പറിച്ച്. അപ്പോൾ ആദ്യം ഒന്ന് കഴിച്ചു നോക്കിയപ്പം നല്ല പുളി ഉണ്ടേനെ. പിന്നെ അതിനൊരു മഞ്ഞ കളർ വന്നത് നോക്കിയെടുത്തപ്പം അത്യാവശ്യം നല്ല മധുരം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. ഞാനത് കഴിക്കാൻ നിന്നിട്ടില്ല, കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ കുറച്ച് പറിച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോൾ ചേച്ചിനോട് ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ ഒരു മരത്തിൽ ഓറഞ്ച് ഉണ്ടായത് കണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.